ഈ അരുൺ ഭാസ്കറും സാംകുട്ടിയൊക്കെ ഇത്രയും വലിയ ക്രിമിനൽസായി മാറിയത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് ആതിരെ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതിന് നല്ല കട്ടയ്ക്കൊരു പണി അവന്മാർക്ക് തിരിച്ചു കൊടുത്തതാ. അതോടെ അവന്മാരെ കൊണ്ടുള്ള ശല്യം ഒതുങ്ങിയെന്നാ ഞാൻ കരുതിയത്. അന്നത്തെ ആ സംഭവത്തിന്റെ പകപോക്കാന് അവർ ആതിരെ തട്ടിക്കൊണ്ടുപോയിരുന്ന അച്ഛനും നന്ദൻ സാറൊക്കെ പറയുന്നത്. അതവനെ സാധ്യതയുള്ളൂ. പണ്ട് കോളേജിൽ വെച്ച് നമ്മളൊന്ന് കണ്ണുരുട്ടിയാ പേടിച്ച് മുട്ടുകാലിടിക്കുന്നവന്മാരൊക്കെ ഇന്ന് വലിയ ഗ്യാങ്സ്റ്ററായി മാറിയിരിക്കുന്നു. ആ അരുണിപ്പോ മദ്യം മാത്രല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെയാ നന്ദൻ സാറ് പറഞ്ഞത്. അവന്റെ മാന്യത വെറും മുഖംമൂടിയാണെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. നിനക്കായിരുന്നല്ലോ അന്നും അതൊന്നും വിശ്വാസം ഇല്ലാതിരുന്നു. നീ കൂടെ ഇല്ലാത്തതിന്റെ നഷ്ടം എന്താന്ന് എനിക്കിപ്പോ ശരിക്കും മനസ്സിലായപ്പോ. ഇവിടെ നിന്റെ അടുത്ത് വന്ന് കുറച്ചു നേരം ഇരുന്നപ്പോ ഞാൻ അനുഭവിക്കുന്ന ആശ്വാസം എന്താണെന്നോ എത്രയാണെന്നോ എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലപ്പോ. ഇതുപോലെ ആശ്വാസവും സന്തോഷവും ഞാനും ആഗ്രഹിച്ചിരുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആരും എന്നെ മനസ്സിലാക്കിയില്ല. എന്റെ നിഴലായി നടന്ന നീ പോലുമാണ്. എനിക്കറിയാം, മനഃപൂർവ്വം അല്ലാതെയൊക്കെ നിന്നെ ഒഴിവാക്കിയിരുന്നു. അതൊരു പരിധി വരെ നിന്നെ പേടിച്ചു തന്നെയപ്പോ. നീ എന്നിൽ നിന്ന് മറ്റെന്തൊക്കെയോ കൂടി എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഞാൻ സംശയിച്ചു. ആ സംശയത്തിനെ നീ പലപ്പോഴും പലതും പറഞ്ഞ് ആഡ് ഓൺ ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയുമായിരുന്നില്ല. വെറുക്കാൻ പോയിട്ട് മറക്കാൻ പോലും കഴിയില്ലെന്ന് നിനക്കിപ്പോ ബോധ്യായില്ലേ? എന്തു പറയുന്നു നിന്റെ ഡോക്ടർ? പാവം, എനിക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നോട് അത്രയ്ക്ക് സ്നേഹം. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൽ എന്നെപ്പോലെ തന്നെ ഡോക്ടർക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷെ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ അതൊന്നും പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഓരോ നിമിഷവും എന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാ ആ അമ്മയും മോനും ജീവിക്കുന്നത്. നീ ഭാഗ്യവതിയമാണോ? നിന്നെ സ്നേഹിക്കുന്നവരാ നിനക്ക് ചുറ്റും എപ്പോഴും ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ ഈ ഡ്രാമ അത് നീ കാര്യമാക്കണ്ട. ടീച്ചറും അശ്വതി ആന്റിയൊക്കെ പറയുന്ന പോലെ ഇനിയും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. ആഗ്രഹിച്ച പോലെ ജീവിതം കൂടുതൽ ഹാപ്പിയാവും. നാളെ പൂനെക്ക് പോകാൻ തന്നെയാണോ നിന്റെ തീരുമാനം? പിന്നല്ലാതെ. ഇവിടെ എനിക്ക് ശരിയാവില്ല മാണു. ഇനി ചിലപ്പോ ഞാൻ അവിടെ സെറ്റിൽ ആയിരിക്കും. അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ ആ കുട്ടിയോ, ആതിര? കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാവണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പു, ഈ യാത്ര ഇപ്പൊ എന്തിനു വേണ്ടിയാ? VP അങ്കിളിനെ പേടിച്ചിട്ടാണെങ്കിൽ അത് വേണ്ട. അങ്കിള് നിന്റെ എല്ലാ കാര്യവും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോ നിന്നെ നീയായി തന്നെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അങ്കിൾ എന്നോട് സത്യം ചെയ്തു പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ? VPയുടെ സത്യം ചെയ്യലല്ലേ, അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയാറായിട്ടില്ല. നാടകം കളിക്കാൻ പണ്ടേ മിടുക്കനാണല്ലോ ആള്. ഇപ്പോഴത്തെ ഈ പാർഷ്യൽ മെമ്മറി ലോസ് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നോ അപ്പു, നീ കരുതും പോലെ അതൊന്നും ഒരിക്കലും ഒരു നാടകമല്ല. അങ്കിളുടെ അസുഖം ശരിക്കുള്ളതാ. അതുപോലെ നിന്റെ കാര്യം എന്നോട് പറഞ്ഞതും ആത്മാർത്ഥമായിട്ടാ. നോക്കപ്പോ, അങ്കിളായിട്ട് ഇങ്ങനെ മാറിയ സ്ഥിതിക്ക് നീയും നിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് ഒന്ന് മാറ്റി ചിന്തിക്കണം. നീ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എനിക്ക് മാത്രം പോരാ, നിനക്കും അത് വേണം. നിന്റെ ചുറ്റുവട്ടത്തും നിന്നെ സ്നേഹിക്കുന്നവരുണ്ടാവണം. ദൈവം അനുഗ്രഹിച്ച് ഇപ്പൊ അതിനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. VP അങ്കിൾ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഗീതാന്റെ പിന്നെ എന്ന് നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയൊത്ത് സന്തോഷകരമായ ഒരു ജീവിതം എല്ലാവർക്കൊപ്പം നിനക്കും ഉണ്ടാവണം. എന്നാലേ എനിക്ക് സന്തോഷാവും. അങ്ങനെ നമുക്ക് നമ്മുടെ പഴയ നല്ല കാലം വീണ്ടെടുക്കാപ്പോ. പഴയതുപോലെ നമുക്ക് നമ്മുടെ പഴയ അപ്പവും ആളും ആവാം.
നിന്റെ മനസ്സ് നിഷ്കളങ്കമായതുകൊണ്ടാ മാളു നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ. ഇനി എത്ര ശ്രമിച്ചാലും നമുക്ക് നമ്മുടെ ആ പഴയ അപ്പൂനെയോ മാളുവിനെയോ തിരിച്ചു കിട്ടില്ല. കിട്ടുമെന്ന് വ്യാമോഹിക്കുന്നതും വെറുതെയാ. പിന്നെ നീ പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കുന്നെന്നിരിക്കട്ടെ, ദീപിക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റിയേക്കും, അമ്മയ്ക്ക് എന്നെ പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പറ്റിയേക്കും. പക്ഷേ അവരെ അതുപോലെ തിരിച്ച് സ്നേഹിക്കാൻ എനിക്ക് കഴിയുമെന്ന് സംശയമാണോ? കഴിഞ്ഞ കുറെ നാളുകളായി കുടിച്ച കണ്ണുനീര് അത്രയ്ക്ക് കഴിക്കുന്നുണ്ട് മനസ്സിൽ. അതുകൊണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യുമാളൂ. എനിക്കറിയാം ഇതുപോലെ പിൻവിളികൾ പലരിൽ നിന്നും പലപ്പോഴും ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെയാ എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഞാൻ നിൽക്കാൻ ശ്രമിച്ചത്. നീയും നിങ്ങളും എല്ലാം സ്നേഹിച്ചിരുന്ന അപ്പൂന്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉയർത്തെഴുന്നേൽക്കുന്നത് ഞാൻ മോഹിച്ച അപ്പു ആയിരിക്കണം, എല്ലാ അർത്ഥത്തിലും പുരുഷനായ അപ്പു. ആ അപ്പൂനെ ഇനി വീപ്പിയും അമ്മയും ആതിരയും നീ പോലും കാണാവൂന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ തടയരുത് മാളു. എനിക്ക് പോണം, പോയേ പറ്റൂ. മനസ്സിനെ ഞാൻ അങ്ങനെ പാകപ്പെടുത്തി കഴിഞ്ഞു. സോറി സർ, ഞാനത്ര ഹാർഷായി പെരുമാറിയതിന് എന്നോടൊന്നും തോന്നരുത്. അത് മാത്രമല്ല, അപ്പവും മാളുവും തമ്മിൽ ഇത്ര സ്ട്രോങ് ആയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ധൈര്യമായി മാളുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരുപക്ഷെ മാളുവിൻ്റെ ഈ വരവിന് അപ്പുവിൻ്റെ ഈ യാത്ര പോസ്റ്റ്പോൺ ചെയ്യാൻ സാധിച്ചേക്കും. എങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. എനിക്ക് മാത്രമല്ല, അംബിസാറിനും. അംബിസാർ പോയിട്ട് ഇത്രയും നേരമായല്ലോ, എന്താ ലേറ്റ് ആവുന്നേ? നേരത്തെ വരുമെന്നല്ലേ പറഞ്ഞേ? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ടാ രാവിലെ ഇവിടെ നിന്ന് പോയത്. നാളത്തെ ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ യാത്രയ്ക്ക് വേണ്ട എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടി പോയതാ. അത് പെട്ടെന്ന് കഴിയുമെന്നാ എന്നോടും അപ്പൂനോടും പറഞ്ഞത്. കമലയും പോകുന്നുണ്ടോ അവർക്കൊപ്പം? അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയിൽ ആ കുട്ടിയെ തനിച്ചു വിടുന്നത് ശരിയല്ലല്ലോ. അവിടെ അംബിസാറിന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്ലാറ്റാ അക്കോമഡേഷന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ യാത്ര മാറ്റി വെക്കുകയാണെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. എന്നാലും വേണ്ടില്ല, ഇപ്പൊ ഈ കണ്ടീഷനിൽ ഒരു ലോങ് ജേണി അത്ര അഡ്വൈസബിൾ അല്ല. എന്തായി, രണ്ടുപേരും എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആയോ? മാളു കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ അല്ലേ? പണിക്കർ സാർ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വീകരിക്കാനും അംഗീകരിക്കാനും തയ്യാറാണെന്ന് എന്നോട് സാറ് ഉറപ്പ് പറഞ്ഞിരിക്കുക. എനിക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനാവുന്നില്ല സർ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അനുഭവം എൻ്റേത്. അതുകൊണ്ട് തന്നെ വിപിയുടെ ആ ഓഫർ ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. അങ്ങനെ അത് അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ അപ്പുവിൻ്റെ ഫാദർ തയ്യാറായി കഴിഞ്ഞു. അല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നാളത്തെ യാത്രയെക്കുറിച്ച് അപ്പോൾ ഒന്നുകൂടെ ചിന്തിക്കണം. കഴിയുമെങ്കിൽ അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യണം. അപ്പുവിൻ്റെ ആഗ്രഹം പോലെ തുടർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ ആകാലോ. അതുമാത്രമല്ല, എല്ലാവരുടെയും സപ്പോർട്ടുള്ളപ്പോൾ അതല്ലേ കൂടുതൽ നല്ലത്. എന്താ അപ്പു, നന്ദൻ സാർ പറഞ്ഞ ശരിയല്ലേ? നീ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്ന് ആലോചിക്കേ. നിന്റെ മുന്നിൽ ഇനി സമയമുണ്ട്. മാളു, നമുക്കറിയാലോ. മുരളി സാറ് കുറച്ചു മുമ്പ് കൂടെ എന്നെ വിളിച്ചിരുന്നു. എല്ലാവരും അവിടെ നല്ല ടെൻഷനിലാണ്. ഞാൻ പറഞ്ഞു സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോട്ടെ അപ്പു. ഞങ്ങൾ പറഞ്ഞ നീ സീരിയസ് ആയിട്ട് എടുക്ക് പ്ലീസ്. അപ്പു, നമുക്ക് ഈ യാത്ര ഒഴിവാക്കാം. മാള് പോയിക്കോളൂ, ഞാൻ വിളിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ കമല. അംബിസാർ വരുമ്പോൾ ഞങ്ങൾ വന്നിരുന്നു പറഞ്ഞാൽ മതി. ശരി സർ. പോട്ടെ ഞാൻ. പോയിട്ടോ. ആതിരോട് ഞാനെന്താ പറയേണ്ടത്? ഞാൻ വിളിക്കാന്ന് പറ. ശരി, അപ്പോൾ ഞങ്ങൾ ഇറങ്ങാം.
അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടുകാരുടെ ഊഴമാ അമ്പിമാമ. ബിപി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. താനിപ്പോ അവളെ കാണണ്ട. അതെന്താ ഞാൻ എൻ്റെ മോളെ കണ്ട കുഴപ്പം? അത് ശരിയാവില്ല ബിപി. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നേ, ദയവ് ചെയ്ത് താൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ബിപി ഇപ്പൊ പോ. ഞാൻ അവളെ സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ വിളിക്കാം. എന്നിട്ട് താൻ വന്നാ മതി. നോ, അങ്ങനെ എൻ്റെ മോളെ കാണാൻ ഊഴം കാത്തു നിൽക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അവളുടെ അച്ഛനാ ഞാൻ. എപ്പോൾ വേണമെങ്കിലും എവിടെയാണെങ്കിലും അവളെ കാണാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട്. ഞാൻ അവളെ കണ്ട എന്ത് കുഴപ്പം സംഭവിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബിപി, താൻ പറയുന്നതെല്ലാം ശരിയാ, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഇപ്പൊ തന്നെ ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല അപ്പു. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ലല്ലോ, അപ്പു അല്ലേ? അവൾ ഒരിക്കലും എന്നെ കാണണ്ടെന്ന് പറയില്ല, എനിക്കത് ഉറപ്പാ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഭയക്കുന്ന പോലെ ഒരു രീതിയിലായിരിക്കില്ല ഞാൻ അവളെ നേരിടുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്ന പോലുള്ള ഒരു കുഴപ്പവും അപ്പനുണ്ടാവാൻ വഴിയില്ല. ഒക്കെ നിങ്ങൾ കുറച്ചു പേർ ചേർന്ന് ഉണ്ടാക്കിയെടുത്തത് ആവാനേ വഴിയുള്ളൂ. ബിപി, താൻ എന്ത് അബദ്ധോടാ ഈ പറയുന്നേ? ഞങ്ങൾക്ക് എന്താ അവളെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നേടാനുള്ളത്? ഇത് അപ്പുവിന്റെ സ്വന്തം തീരുമാനമാണ്. അതിൽ നിന്നും അപ്പുവിനെ പിന്തിരിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാ. എന്നിട്ടൊന്നും അവൾ തന്റെ തീരുമാനം മാറ്റാൻ തയ്യാറായില്ലടോ. അത് പൂർണ്ണമായും ബോധ്യപ്പെട്ടതുകൊണ്ടാ ഗീതയ്ക്കും ഞങ്ങൾക്കുമെല്ലാം അവളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. ആയിക്കോട്ടെ, ഞാനത് അംഗീകരിക്കുന്നു. അപ്പുവിന് അവളുടെ എല്ലാ കുറവുകളോടെയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ അമ്പിമോ. പിന്നെ നിങ്ങൾ എന്തിനാ അവളെ കാണുന്നതിൽ നിന്ന് എന്നെ വിലക്കുന്നത്? ഇപ്പൊ തന്നെ ഞാനിങ്ങനെ വിലക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ താൻ തന്നെയാ. എന്ത് കാരണക്കാരൻ? അമ്പിമാമ, സ്വന്തം ജീവിതത്തിൽ നിന്ന് കുറച്ച് നാളുകൾ മാത്രമേ എൻ്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയിട്ടുള്ളൂ. ഇതുവരെയുള്ള എൻ്റെ ജീവിതം വെച്ച് നോക്കിയാൽ വളരെ കുറച്ച് ദിവസങ്ങൾ. അത് വെച്ച് വിജയപ്പണിക്കരെ ഇനിയുള്ള കാലം മുഴുവൻ വിഡ്ഢിയാക്കാന്ന് ആരും കരുതരുത്. അമ്പിമാമനോട് എല്ലാ സ്നേഹത്തോടും കൂടി ഞാൻ പറയുകയാണ്, എനിക്കെൻ്റെ മോളെ കാണണം. വന്നത് അതിനാണെങ്കിൽ അതിലിനി ഒരു മാറ്റവും ഇല്ല. മാളു എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. അപ്പോയി സംസാരിച്ചതിൽ നിന്ന് എന്തു തോന്നുന്നു മാളുവിന്? അങ്ങനെ ചോദിച്ചാ അപ്പോ ഓക്കെ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. പണിക്കർ സാറിന്റെ കാര്യം വല്ലതും ചോദിച്ചോ മാളുവിനോട്? ഇല്ല, പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. അങ്കിളുടെ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടും അപ്പോ അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. അതെന്താ അങ്ങനെ? അതേപ്പറ്റി മാളു ചോദിച്ചില്ലേ? ഇല്ല സർ, താല്പര്യമില്ലാതെ സംസാരിച്ച് വെറുതെ മൂഡ് ഓഫ് ആക്കണ്ടെന്ന് കരുതി. അതേതായാലും നന്നായി. അപ്പൊ പൂനെക്ക് പോകുന്ന മാളുവിന് തോന്നുന്നുണ്ടോ? അങ്ങനെ പോവാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുമല്ല, അപ്പോ എത്രയും പെട്ടെന്ന് ആ ട്രീറ്റ്മെന്റിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അതല്ല ചോദിച്ചത്. അപ്പുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറാണെന്നറിഞ്ഞ സ്ഥിതിക്ക് അപ്പു വീണ്ടും ഒരു ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിക്കുമെന്നാ ഞാൻ ചോദിച്ചത്. അത് അപ്പുവിന്റെ കാര്യമല്ല സർ, ഒന്നും പറയാൻ പറ്റില്ല. തീരുമാനങ്ങളെല്ലാം പെട്ടെന്നായിരിക്കുമല്ലോ. യെസ്, എക്സാക്ട്ലി. ഹലോ ഹലോ നന്ദേട്ടാ, എന്തായി? അപ്പുനെ കണ്ടോ? ആ കണ്ടു. തിരിച്ചു വരുന്ന വഴിയാ. ആ കുട്ടിയുണ്ടോ കൂടെ? ആ ഉണ്ട്. അപ്പു എന്തു പറഞ്ഞു? ആതിരെക്കുറിച്ച് അപ്പു എന്തെങ്കിലും? ഞാൻ ഡ്രൈവിംഗിലാന്നളാ, വന്നിട്ട് സംസാരിക്കാം. ശരി നന്ദേട്ടാ. കമലേ, കമലേ, അംബിസാർ എന്താ താമസിച്ചത്? ആ അഡ്വക്കേറ്റും മാളവികയും വന്നിരുന്നു. അവര് കുറച്ചു മുമ്പ് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. സാറിനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. വരുമ്പോ പറയാൻ പറഞ്ഞു.
ഇത് അപ്പുവിന്റെ സഹായത്തിന് വേണ്ടി സേവാ ഫോറത്തിൽ നിന്നും വന്ന വോളണ്ടിയറാണ് കമല. ഇത് അപ്പുവിന്റെ അച്ഛനാ. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണാമോ? അല്ല വി പി വന്ന കാര്യം അപ്പു അറിഞ്ഞിട്ടില്ല. അതൊന്ന് സൂചിപ്പിച്ചിട്ട് പോരെ? ആയിക്കോളൂ, പക്ഷെ അവളെ കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും. എന്താ അമ്പിമാമ, വിസിറ്റേഴ്സിന്റെ വരവൊന്നും തീർന്നില്ലേ? അപ്പോ അത് പിന്നെ വി പി കാണാൻ വന്നിട്ടുണ്ട്. വി പിയോ? എങ്ങനെ അയാളുടെ മണത്തറിഞ്ഞു വന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഞാനാണെങ്കിൽ അറിയാതെ ചെന്ന് അയാളുടെ മുന്നിൽ ചാടിപ്പോവുകയും ചെയ്തു. പിന്നെ എന്തൊക്കെയോ കള്ളം പറഞ്ഞ് അയാളെ ഒഴിവാക്കി വിടാൻ ഞാൻ മാക്സിമം ശ്രമിച്ചതാ. പക്ഷേ ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഇത് അയാൾ എങ്ങനെ അറിഞ്ഞുവെന്നാ എനിക്ക് പിടികിട്ടാത്തത്. അതിലിപ്പോ അത്ര ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ആര് പറഞ്ഞിട്ടാ മാളു നന്ദൻ സാർ ഇവിടെ വന്നത്? വി പി ആ വഴി തന്നെ വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നമ്മളെക്കുറിച്ചുള്ള ഒരു കാര്യവും ആരോടും തൽക്കാലം ഷെയർ ചെയ്യണ്ടെന്ന്. അപ്പൊ ഗീതയോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടാത്തത് അമ്പിമാമനായിരുന്നല്ലോ. ഇപ്പൊ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞപ്പോ സമാധാനമായില്ലേ? എന്റെ അപ്പു, ഗീതയെ ഞാൻ അറിയിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ ഇവിടെയാണെന്നോ എന്താണെന്നോ ഗീതയോട് ഞാൻ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. നിന്റെ സർജറി കഴിഞ്ഞു എന്നല്ലാതെ മറ്റൊരു ഡീറ്റെയിൽസും ഗീതയ്ക്കും അറിയില്ല. അതല്ലേ ഇവരൊക്കെ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ അമ്പരക്കുന്നത്. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ചിട്ടൊരു കാര്യമില്ല. മാളു നന്ദൻ സാറും വന്നത് പോട്ടെ എന്ന് വെക്കാം. പക്ഷെ വി പിയുടെ ഈ വരവ്, അത് എല്ലാ അർത്ഥത്തിലും നമുക്കൊരു ബാധ്യതയാവുന്ന ലക്ഷണോ? എന്തെങ്കിലും പറഞ്ഞ് അമ്പിമാമൻ തന്നെ ഒഴിവാക്കുന്നതാവും ബുദ്ധി. ഞാൻ എന്ത് പറഞ്ഞ അപ്പോ അയാളെ ഒഴിവാക്കുന്നത്? അയാൾ നിന്നെ കണ്ടിട്ടേ പോകുന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. എങ്കിയ വാശിയൊന്ന് കാണണമല്ലോ. വി പി വെയിറ്റ് ചെയ്ത് നിരാശനായി പോവേ ഉള്ളൂ. അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കണോ അപ്പോ? എത്രയൊക്കെ ആയാലും അമ്പിമാമ, എല്ലാം അറിയാവുന്ന അമ്പിമാമൻ കൂടി ഇതിന് സപ്പോർട്ട് ചെയ്യണോ? അതോ വി പിയുടെ സെന്റിമെന്റ്സിന് മുന്നിൽ എന്നോട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയോ? ഏയ്, ഞാനൊന്നും മറന്നിട്ടില്ല. അയാൾ കഷ്ടപ്പെട്ട് വീട് തേടിപ്പിടിച്ച് ഇവിടം വരെ വന്നതായതുകൊണ്ട്, ഒന്ന് കാണുന്നതുകൊണ്ടോ രണ്ടു വാക്ക് മിണ്ടുന്നതിലോ തെറ്റില്ലെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോ നാളെ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവും. അതിനു മുമ്പ് പേരിനെങ്കിലും ഒന്ന് യാത്ര ചോദിക്കാമല്ലോ. എടോ, ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ ഇന്ന് തന്നെ വി പിക്ക് ഇവിടെ വരേണ്ട ആവശ്യം എന്താ? അതാ ഞാൻ പറഞ്ഞത്. ഇല്ല അമ്പിമാമ, വി പിയുടെ ഈ വരവിൽ എന്തോ ഒരു അപകടം ഞാൻ മണക്കുന്നുണ്ട്.